കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ ഈ ആണ്ടിൻ്റെ അവസാനത്തെ മാസത്തിലും സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ച വചനഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഇന്നലെ ചിന്തിച്ച ചില പ്രധാന കാര്യങ്ങൾ ഓർപ്പിച്ചതിൻ്റെ തുടർച്ചയായി നാം മനസ്സിലാക്കേണ്ട മറ്റു ചില വിഷയങ്ങളും കൂടെ പങ്കുവെക്കാമെന്നാണ് താല്പര്യപ്പെടുന്നത്. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 38. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുകയാണ് പത്രോസ്. താൻ പ്രസംഗിക്കുന്ന യേശു ആര് എന്നുള്ളത് ഒറ്റ വാചകത്തിൽ വളരെ പ്രധാന കാര്യങ്ങളാണ് അതിനകത്തൂടെ പറയുന്നത്. നസറേനായ യേശു, ആ പ്രയോഗം മനുഷ്യനായി പിറന്ന യേശുവിൻ്റെ എല്ലാ അഡ്രസ്സും ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസറേനായ യേശുവിനെ വ്യത്യസ്തനാക്കിയ വിഷയം എന്താണ് എന്ന് ആ ഒറ്റ പ്രയോഗത്തിലുണ്ട്. അതിൻ്റെ ഫലമായി യേശുവിൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് പ്രധാന വശങ്ങളാണ്. ഒന്ന്, അവൻ നന്മ ചെയ്തു. He went about doing good. അതവൻ്റെ സ്വഭാവ വിശുദ്ധിയെ കാണിക്കുന്നു, സ്വഭാവത്തിലുള്ള ദൈവ സ്വഭാവത്തെ കാണിക്കുകയാണ്. രണ്ടാമത്തേത്, ഹീലിംഗ് all those who were oppressed by the devil. പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരുന്നവരെ എല്ലാം സൗഖ്യമാക്കി. എന്നാൽ നമ്മൾ അതിൻ്റെ അവസാന ഭാഗമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. പിശാച് ബാധിച്ചവർ എന്ന പ്രയോഗം പലപ്പോഴും അവിടെ ഉദ്ദേശിക്കുന്ന ആ അർത്ഥം നമുക്കൊരു വ്യത്യസ്ത ചിത്രം ലഭിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാൻ അതിന് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. ഭ്രാന്തനായി നടക്കുക അല്ലെങ്കിൽ സുബോധമില്ലാതെ നടക്കുന്ന ഒരാളെയാണ് പിശാച് ബാധിച്ചവനെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഗദരദേശത്ത് വസ്ത്രം പോലും ധരിക്കാതെ കല്ലറകളിൽ പാർത്തുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം. അതുകൊണ്ട് നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും കാര്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. എന്നാൽ അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഒപ്രസ്ഡ് എന്ന വാക്കാണ്. പിശാചിനാൽ ഉപദ്രവം നേരിട്ടുകൊണ്ടിരുന്നവർ, ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്നവർ, പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും യേശു കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യമുണ്ട്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം. കേവലം ഭ്രാന്തന്മാർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒപ്രഷൻ എന്ന വാക്ക് ഒരു വിശാലമായ അർത്ഥം, വളരെ ഗഹനമായി നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വാക്കാണ്. ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നാം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ആ സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 നമ്മൾ യെരുശലേം ദേവാലയത്തിൽ ചെന്ന്, ഞാൻ ആ ചില കാര്യങ്ങൾ മുഖവരയായിട്ടൊന്ന് ഓർപ്പിച്ചു പോകാം, എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ തന്നെക്കുറിച്ച് പറഞ്ഞ പ്രവചനം, യെശയ്യാ പ്രവചനം 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ യേശു കോട്ട് ചെയ്യുമ്പോൾ അവിടെയും കർത്താവ് ഉപയോഗിക്കുന്ന തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ട് താൻ പറയുകയാണ്, പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും, പീഡിതന്മാർക്ക്, those who are oppressed, സൗഖ്യം, വിടുതൽ, അതിനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇന്നലെ നമ്മൾ എടുത്ത് ചിന്തിച്ചു. യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അത് വളരെ ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോ സെക്കൻഡിലും യേശുവിന്
അഫർമേറ്റീവായിട്ട് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗാഡ് ഈസ് അപ്പോൺ മീ. എന്നോ പ്രാപിച്ച ഒരു അഭിഷേകം. കാരണം പഴയ കാലഘട്ടത്തിൽ ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചിരുന്ന പലരും പിന്നീട് നഷ്ടപ്പെടുത്തിയവരുണ്ട്. ശിംശോൻ ഒരു ഉദാഹരണമാണ്, ശൗൽ മറ്റൊരു ഉദാഹരണമാണ്. അവരൊക്കെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു കാലത്ത് ചെയ്തവർ. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയ അനുഭവങ്ങൾ പുസ്തകം പറയുന്നത് അറിയാവുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എൻ്റെ മേലുള്ള ഒരു അഭിഷേകം. അവൻ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി യോർദാനിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവൻ പോലെ അവൻ്റെ മേലിറങ്ങി. ഈ ദേവാലയത്തിൽ ചെന്നവൻ പറയുകയാണ്, അന്ന് ആ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം കൊണ്ടല്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗാഡ് ഈസ് അപ്പോൺ മീ ഈവൻ നൗ, റൈറ്റ് നൗ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയാൻ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, അതിന് ധൈര്യമുണ്ടെങ്കിൽ, അതിനൊരു ഒരുക്കമുണ്ടെങ്കിൽ, അതിനൊരു സമർപ്പണമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ട് എപ്പോഴും യേശു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുവാനുള്ള ആ പ്രാഗൽഭ്യവും ഒരുക്കവും നമുക്കുണ്ടായിരിക്കണം. ഇന്നലെ നമ്മൾ പിശാച് സാധാരണ ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ നാം നേരിടേണ്ടി വരുന്ന ഒപ്രഷൻസിനെ കുറിച്ചാണ് ചിന്തിച്ചത്. സാധാരണ മാനസാന്തരപ്പെടാത്ത ആളുകൾക്ക് ഇത്തരത്തിലും അതിലധികവുമായ സാത്താന്യ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നാം കരുതിയിരിക്കേണ്ടതും വിടുതൽ പ്രാപിക്കേണ്ടതുമായ പൈശാചിക ഉപദ്രവങ്ങൾ. നമ്മൾ സാധാരണ ഈ പോരാട്ടം എന്ന് പറഞ്ഞ് ആ വാക്കിൻ്റെ പ്രസക്തിയും അർത്ഥവും തന്നെ നമ്മൾ വികലമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്നലെ മുഖ്യമായും 5 കാര്യങ്ങൾ, അതിൽ 6ാമതൊരു കാര്യം കൂടെ ചേർത്താണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. 5 കാര്യങ്ങൾ ഇന്നലെ ഓർപ്പിച്ചു. വേഗത്തിൽ അത് മുന്നോട്ട് പോവുകയാണ്. യെശയ്യാ 61 അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയായ കർത്താവ് തൻ്റെ പുത്രനായ യേശുവിനെ അഭിഷേകം ചെയ്തതിൻ്റെ പർപ്പസ് അവിടെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട, ഗാർമെൻറ്റ് ഓഫ് പ്രൈസ് ഇൻ പ്ലേസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. ഈ ഭാരപ്പെടുത്തുന്ന, ഹൃദയത്തിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ ഹൃദയഭാരമുണ്ടാക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അതൊരു സൈറ്റനിക് ഒപ്രഷനാണ്. പലപ്പോഴും എന്താണ് കാരണമെന്നോ എന്തിനാണ് ഭാരപ്പെടുന്നതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. കാരണം അതിൻ്റെ പ്രധാന വിഷയം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പൗലോസ് കൂടെ പ്രബോധിപ്പിക്കുന്നത്, ആവർത്തിച്ച് പറയുന്നത്, പിന്നെയും പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളം. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപ്പകൽ ധ്യാനിക്കണം. റിജോയ്സിങ് ഇൻ ദ ലോ ഓഫ് ഗാഡ്, ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആ വചനം വായിച്ച് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഹൃദയഭാരം ഇതൊരു സൈറ്റനിക് ഒപ്രഷനാണ്. ദൈവവചനം വായിക്കുമ്പോൾ അത് പുസ്തകം തുറന്നാൽ ഉറക്കം വരും, അല്ലെങ്കിൽ കേൾക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും. നമുക്ക് വചനം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സങ്കീർത്തനക്കാരൻ, ഭക്തന്മാർ പറയുന്നത് അത് അണ്ണാക്കിന് മധുരമാണ്, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അത് ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, ആ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ഹൃദയഭാരം കൊണ്ടുവരുന്ന പിശാചിൻ്റെ ഉപദ്രവത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വചനത്തിൽ സന്തോഷിക്കരുത്. ദൈവവചനത്തിൽ വചനം ഒഴിച്ച് ബാക്കി എന്ത് പറഞ്ഞാലും എത്ര മണിക്കൂർ വേണമെങ്കിലും, വേറെ കഥകൾ വായിച്ചുകൊണ്ടിരുന്നാൽ രസിച്ച് വായിക്കും, മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ രസിച്ച് നോക്കും, രസിച്ച് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ചെലവഴിക്കാം. ബട്ട് കനോട്ട് റിജോയ്സ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തിൽ സന്തോഷിക്കാനായിട്ട് കഴിയാതെ പോകും. അതൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റനിക് ഒപ്രഷൻ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഭാരം കൊണ്ടുവന്നിട്ട് പല വിഷയങ്ങളെക്കുറിച്ചുള്ള എന്താണെന്ന് പോലും ചിലപ്പോൾ വിഷയം പോലും മനസ്സിലാകാതെ വണ്ണം ഹൃദയഭാരം, ഹെവിനെസ്, എന്തോ ഒരു ഭാരം. 16-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ട്, സന്തോഷമുണ്ട്.
ആനന്ദഘോഷമുണ്ട്, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഫുൾനെസ് ഓഫ് ജോയ് ഇൻ യുവർ പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിൽ ആരാധിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഹൃദയഭാരം അതിന് തടയിടും. നമുക്ക് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല, പ്രാർത്ഥനയിൽ സന്തോഷിക്കാൻ കഴിയില്ല, ആരാധനയിൽ സന്തോഷിക്കാൻ കഴിയില്ല, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു സ്തോത്രം പറയുന്നത് സന്തോഷത്തോടെ പറയാൻ കഴിയത്തില്ല. ദ ഒപ്രഷൻ ഓഫ് ദ ഡെവിൾ നാം തിരിച്ചറിഞ്ഞോളം കർത്താവിൽ നിന്ന് ആ വിടുതൽ നാം പ്രാപിക്കേണ്ടതായ വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്നവനെക്കുറിച്ച് മെഡിറ്റേഷനിൽ ചിന്തിച്ചതാണല്ലോ. അവന് ഭിക്ഷയാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ അവന് ഒരു മാർഗവും ഉണ്ടായിരുന്നവനല്ല. പക്ഷേ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കൊടുത്തു. അവൻ്റെ മുടന്തുള്ള കാല് സൗഖ്യമായി. അത്രേ സംഭവിച്ചുള്ളൂ അവൻ്റെ ജീവിതത്തിൽ. അവന് പണം കൊടുത്തില്ല. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും എൻ്റെ കയ്യിലില്ല, അതൊന്നും തരാനില്ല, അതൊന്നും ആരും കൊടുത്തതായിട്ടും എഴുതിയിട്ടില്ല. പക്ഷേ അവന് കിട്ടിയ വിടുതൽ, ആ കാലിന് ബലം കിട്ടിയതുകൊണ്ട് ആ കാലുകൊണ്ട് എന്തൊക്കെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ ഓടി ചാടി നടന്ന് തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമക്കളെ, ദൈവം ജീവിതത്തിൽ തരുന്ന നന്മകൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സന്തോഷത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിൽ സന്തോഷിക്കാൻ, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒപ്രഷനുണ്ട്. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഹെവിനെസ് പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു വിഷയമാണ്. രണ്ടാമതൊരു കാര്യം എന്നല്ല നമ്മൾ ചിന്തിച്ചത്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുകയാണ്. 2 തിമോഥെയോസ് 1:7 ഫിയർ, സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ഒരു വ്യാപാര ശക്തി. അവിടെ ഭീരുത്വത്തിൻ്റെ ആത്മാവെന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് ഫിയർ എന്നാണ്. ഈ ഭയപ്പെടുത്തുന്നത് പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അവൻ ദൈവമക്കളെ തോൽപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് ഭയം. അവിടെ 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുമ്പോൾ പിശാചിനെക്കുറിച്ച് പറയുന്ന അലറുന്ന സിംഹം, സിംഹത്തിൻ്റെ ഗർജനം, കാടിനെ നടുക്കുന്നതും, താൻ വേട്ടയാടുന്ന മൃഗങ്ങൾ ഭയപ്പെട്ട് നടുങ്ങി അവർക്ക് ഒരു ഇഞ്ച് പോലും കൈകാലുകൾ അനക്കാൻ കഴിയാതെ വണ്ണം ആക്കി തീർക്കും. വേഗത്തിൽ അതിനെ കീഴടക്കാനായിട്ട് എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭയം കൊണ്ടുവന്നിട്ട് നമ്മെ തോൽപ്പിച്ച് കളയുവാൻ ആ പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആ റോമാലേഖനം 8:15 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ കണ്ടല്ലോ, നാം പ്രാപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. അതെന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് കൂടെ കൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന്. നീ ഭയപ്പെടണ്ട, നീ ദൈവത്തിൻ്റെ പൈതല. നീ ഭയപ്പെടണ്ട, നീ ദൈവത്തിൻ്റെ പൈതല. നീ ഭയപ്പെടണ്ട, നീ ദൈവത്തിൻ്റെ പൈതല. ഈ ഭയത്തെ കീഴടക്കുവാൻ നിരന്തരം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് സൈറ്റനിക് ഒപ്രഷൻ ഒരു വിഷയത്തെക്കുറിച്ചും ദൈവമക്കളെ, ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടരുത്. ഒന്നിനെയും ഭയപ്പെടരുത്. ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ, വെല്ലുവിളികൾ എന്തോ ആയിക്കൊള്ളട്ടെ, ഭീഷണികൾ എന്തോ ആയിക്കൊള്ളട്ടെ, നാളത്തെ കാര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, പരീക്ഷയായിരിക്കും, ജോലിയായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കും, ചുറ്റുപാടുകളുടെ വിഷയമായിരിക്കും, ജോലി സ്ഥലത്തെ വിഷയമാണ്, വാട്ട് എവർ ഇറ്റ് ബി, എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ, മറ്റൊന്നിനെയും ഭയപ്പെടരുത്. നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിലൊക്കെ എഴുതുമ്പോൾ നാം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നവരാണ്. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. പിശാചിൻ്റെ ഒരു രണ്ടാമത്തെ അടവാണ് ദൈവമക്കളെ ഭയപ്പെടുത്തുക. ദാറ്റ് ഈസ് എൻ ഒപ്രഷൻ, സൈറ്റനിക് ഒപ്രഷൻ. പകൽക്കാലം ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും വിഷയം നിങ്ങൾ ആരെയെങ്കിലും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് പൈശാചിക ഉപദ്രവമാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വരാം. ദർ ഇസ് ഡെലിവറൻസ്, ദർ ഇസ് ഹീലിംഗ്. മൂന്നാമതൊരു കാര്യമാണ്, ഇന്നലെ നമ്മൾ മത്തായി 15:22 വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചത്, വെക്സിങ്. അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വെക്സിങ് എന്നുള്ള വാക്ക്, കനാന്യ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുക്കൽ എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം എന്നാണ് പറയുന്നത്. ഉപദ്രവിക്കുക എന്നാണ്. ഉപദ്രവിക്കുക എന്നുള്ളതിൻ്റെ, വെക്സിങ് എന്നുള്ളതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അസഹ്യപ്പെടുത്തും. പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, അവൻ്റെ ഓപ്പറേഷനാണ് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ 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 വിഷയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കോൺസിങ് അൺറെസ്റ്റ്, അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്വസ്ഥത കളയുക, കുടുംബത്തിൽ സ്വസ്ഥത കളയും, ജോലി സ്ഥലത്ത് സ്വസ്ഥത കളയും, തന്നെ ഇരുന്നാലും സ്വസ്ഥത പോകും, നിസാര വിഷയങ്ങൾ മതി, സ്വസ്ഥത പോകും, അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്നലെ അതിനോട് ചേർന്നാണ് നമ്മൾ പീലാത്തോസിൻ്റെ ഭാര്യ അവൻ്റെ അടുക്കൽ ഒരു കുറിപ്പ് കൊടുത്തയച്ചത്, ഒരു സന്ദേശം എത്തിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇന്നലെ രാത്രിയിൽ വലിയ കഷ്ടപ്പാടായിരുന്നു, അസഹ്യതയായിരുന്നു, സ്വപ്നത്തിൽ കഷ്ടപ്പാടായിരുന്നു.
ഈ സൈറ്റനിക് ഒപ്രഷൻ അസ്വസ്ഥതയുണ്ടാക്കി വെക്സ് ചെയ്ത് ഈവൻ നമ്മുടെ ഉറക്കത്തിൽ പോലും സ്വപ്നങ്ങളിൽ പോലും ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന നൈറ്റ്മേഴ്സ്, ഭീതി സ്വപ്നങ്ങൾ പോലും കൊണ്ടുവന്നിട്ട് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അൺട്രസ്റ്റ്. സമാധാനത്തോടെ പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങിയതാ, രാത്രിയിൽ ഒരു പേക്കിനാവ് കണ്ടു, നേരം വെളുത്ത് എണ്ണീറ്റപ്പോൾ മുതലേ സ്വസ്ഥത പോയി. ഈ തരത്തിലുള്ള സൈറ്റനിക് ഒപ്രഷൻ, ഇങ്ങനെയുള്ള സകലരെയും വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാണ് പത്രോസ് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും അഴിക്കുവാൻ പ്രത്യക്ഷനായ നസ്രായനായ യേശുവിനെ ഉയർന്നു. പകൽക്കാലവും നമുക്ക് നമ്മുടെ അവസ്ഥകൾ ഒന്ന് സമ്മതിച്ച് ഏറ്റെടുക്കാമെങ്കിൽ, കർത്താവിനോട് അടുത്ത് ചെല്ലാമെങ്കിൽ, യേശു കർത്താവ് ഇന്നും വിടുവിക്കുന്ന വിഷയങ്ങളാണ്, നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയും. നാലാമതൊരു കാര്യം മത്തായി 12:22 ഇന്നലെ കണ്ടത്, കൂനിയായ സ്ത്രീ, സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും നമ്മളതിനോട് ചേർന്ന് കണ്ടു. പിശാച് ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നിട്ട്, ഒന്ന് ഊമനും ചെകിടനുമായ ഒരു ആത്മാവിനെ കുറിച്ചാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അവൻ്റെ ബാക്കി കുഴപ്പമൊന്നുമില്ല, അവൻ ഭക്ഷണം കഴിക്കും, അവൻ ഉറങ്ങും, അവൻ ബാക്കി ജോലികളൊക്കെ ചെയ്യും. പക്ഷേ 2 കാര്യങ്ങൾ, കേൾക്കുകയുമില്ല, സംസാരിക്കുകയുമില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങ് അടച്ചു കളയും, ചില കാര്യങ്ങൾ തിരിച്ചറിയത്തില്ല, ചില കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു സ്ത്രീ കൂനിയായിരുന്നു, അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ പള്ളിയിൽ വന്നിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ 2 ഭാഗങ്ങൾ പരിശോധിച്ചാൽ കാണും. ഒന്ന് ആ ഊമനും ചെകിടനുമായ ഒരു ബാലനെക്കുറിച്ചും, മറ്റൊന്ന് കൂനിയായ സ്ത്രീയെക്കുറിച്ചും. പള്ളി വരാനും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. യഹൂദന്മാരുടെ ആലയത്തിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, കൂനിയാണെങ്കിലും അവൾ വരും. പക്ഷേ അവളുടെ പ്രശ്നം അവളുടെ ആ കൂനാണ്. സാത്താൻ്റെ ഓപ്പറേഷൻ ഇതുപോലെ ചിലത് നമ്മളിങ്ങനെ അതുമായിട്ടങ്ങ് കോംപ്രമൈസ് ചെയ്ത്, ഇത്രയല്ല ഉള്ളൂ, അതുകൊണ്ട് അങ്ങ് ജീവിക്കുക, നമ്മൾ എങ്ങനെയൊക്കെ അതും കൊണ്ടങ്ങ് ജീവിക്കുക. പക്ഷേ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുകൊണ്ടുള്ള പ്രശ്നം ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട പൂർണ്ണ അളവിൽ പ്രയോജനപ്പെടാൻ കഴിയുകയില്ല. ഈ ഊമനും ചെകിടനുമായാൽ എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നില്ലേ, അവനെക്കൊണ്ടാവുന്ന ജോലിയൊക്കെ അവന് ചെയ്യുന്നില്ലേ, സ്വന്തം കാര്യങ്ങളൊക്കെ അവൻ നോക്കുന്നില്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ പ്രശ്നമുണ്ട്, ദൈവവചനം കേൾക്കാനും പറ്റുകയില്ല, ദൈവത്തെ സ്തുതിക്കാനും പറ്റുകയില്ല. ദൈവവചനം കേൾക്കാൻ പറ്റുകയില്ല, ചെകിടനാണ്, ഒന്നും കേൾക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന് വിചാരിച്ചാൽ അവനൊരു നിവൃത്തിയില്ല, ഊമനാണ്. ദൈവമക്കളെ, ഇതുപോലെ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, ബാക്കിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. വചനമെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വചനം കേൾക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റുന്നില്ല, സുവിശേഷം പറയാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ. പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ വയ്യ, ഇപ്പോൾ അത്രയൊന്നും പറ്റുന്നില്ല. ആ ഓപ്പറേഷൻസിനെയാണ് നമുക്ക് ജയിക്കേണ്ടത്. അത്തരത്തിൽ നമ്മെ ഒപ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ. ഉപവസിക്കാൻ പറ്റുന്നില്ല, പണ്ട് ഉപവസിക്കുമായിരുന്നു, ഇപ്പോൾ പറ്റുന്നില്ല. എന്താ പറ്റാത്തത്? അവിടെ നമ്മളെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ പ്രത്യേക കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചു കൊള്ളണം. ദൈവത്തിന് ഒരു കാലത്ത് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ചിട്ടകൾ ഇന്നത് സാധിക്കാതെ വണ്ണം ഒപ്രസ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നീ എല്ലാ ആഴ്ചയും പള്ളി വരുന്നുണ്ടല്ലോ, ദശാംശം ഇടുന്നുണ്ടല്ലോ, സ്തോത്രം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇത് ദൈവം നന്മയ്ക്കായിട്ട് തീർക്കുമെന്ന് പറഞ്ഞ് വിട്ടില്ല. അവളെ നിവർത്തി. കർത്താവ് പറഞ്ഞു, അബ്രഹാമിൻ്റെ മകളാണവൾ, അബ്രഹാമിൻ്റെ മകളാണ് അവൾ, നിവർന്ന് നടക്കേണ്ടവളാ, അബ്രഹാമിൻ്റെ വാഗ്ദത്തം മുഴുവനും അനുഭവിക്കേണ്ടവളാണവൾ. അവൾ ഇങ്ങനെ നടക്കേണ്ടവളല്ല, നിവർന്ന് നടക്കണം. ദൈവമക്കളെ, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, സാത്താൻ നിവർന്നവരെ കുനിയിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ആ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന് നിവർന്ന് നിന്ന്, എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ കർത്താവിന് വേല ചെയ്യുവാൻ, കർത്താവിന് സാക്ഷിയാകാൻ കഴിയാതെ വണ്ണം നമ്മെ ആക്കി തീർക്കുന്ന ഏത് വിഷയത്തിലും സൈറ്റനിക് ഓപ്പറേഷൻ്റെ മേൽ ഒരു വെല്ലുവിളി ഉണ്ടായിട്ട് ഒരു ചലഞ്ച് ചെയ്യണം. അതിനെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ചലഞ്ച് ചെയ്താൽ കർത്താവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. നമ്മളിങ്ങനെ ഇതുമായിട്ടങ്ങ് ഒത്തിണങ്ങി അങ്ങ് പോകാനുള്ളവരല്ല. കർത്താവിൻ്റെ അടുക്കൽ ആ ബാലനെയും കൊണ്ട് വന്ന മനുഷ്യനോട് എനിക്ക് പലപ്പോഴും ഒരു ബഹുമാനം തോന്നാറുണ്ട്. അയാൾക്ക് നിർബന്ധമാണ്, എൻ്റെ മോൻ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം, അവൻ്റെ ചെവി തുറന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അതുകൊണ്ട് കർത്താവേ, നീ ഈ സൈറ്റനിക് ഓപ്പറേഷനിൽ നിന്ന് വിട്ടുവയ്ക്കണം. നമുക്കിങ്ങനെ ചില നിർബന്ധങ്ങളുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ്റെ പക്കൽ വിടുതൽ ഉണ്ട്. 5-ാമത്തെ കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആങ്സൈറ്റി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ 2 യജമാനന്മാരെ സേവിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല.
ഒന്നുകിൽ ഒരുത്തനെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും, അല്ലെങ്കിൽ മറ്റവനെ സ്നേഹിച്ച് ആദ്യത്തവനെ പകയ്ക്കും. ഇനി ഈ രണ്ട് യജമാനന്മാരാരാണെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്, ദൈവവും മാമോനും. ഇനി ദൈവത്തെ ആണോ സേവിക്കുന്നത്, മാമോനെയാണോ സേവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ സേവിക്കാൻ ഒരിക്കലും സാധിക്കുകയുമില്ല. അതിൻ്റെ അടയാളമായിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ്. നമ്മുടെ ജീവിതത്തിൽ ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും, നാളെ എന്തായിത്തീരും, കുടുംബത്തിലെ കാര്യം എന്തായിത്തീരും, ജോലിക്കാര്യം എന്തായിത്തീരും, സാമ്പത്തിക കാര്യം എന്തായിത്തീരും, ഇങ്ങനെ നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന, ആകാംക്ഷ ഉണ്ടാക്കി ഒരു മനോഭാരം, വിചാരപ്പെടുക എന്ന, അവിടെ ഭാരമല്ല, വിചാരപ്പെടുന്ന അവസ്ഥയിലേക്ക് തള്ളിയിടുന്നത് ഒരു സേറ്റനിക് ഓപ്പറേഷനാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നാം അറിയാതെ ആരെ സേവിക്കുന്നവരായിത്തീരും? മാമോനെ സേവിക്കുന്നവരായിത്തീരും. മാമോനെ സേവിക്കുന്നതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ ആ തുടക്കത്തിലേ ചികിത്സിച്ചാൽ മാറുമെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, അതുപോലെ ഈ തുടക്കത്തിലേ ചികിത്സിക്കേണ്ട ഒരു പ്രശ്നമായി. മാമോനെ സേവിക്കാൻ തുടങ്ങുന്നതിൻ്റെ തുടക്കമാണ് ഈ ആങ്സൈറ്റി. അത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാലൊന്നും അതിന് വിടുതൽ കിട്ടിയാല, യേശുവിൻ്റെ അടുത്ത് വന്നെങ്കിലേ പറ്റുള്ളൂ. ആങ്സൈറ്റി, വിചാരപ്പെട്ട്, മാർത്തയോട് കർത്താവ് പറഞ്ഞു, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുക. ആങ്സൈറ്റിയാണ് നിൻ്റെ പ്രശ്നം. സാത്താൻ നിന്നെ ഒപ്രസ് ചെയ്യാം. മറിയ നോക്ക്, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ വചനം കേട്ട് സന്തോഷിച്ച്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആങ്സൈറ്റി നാം വളരെ സൂക്ഷിച്ചോണം. അതുകൊണ്ട് ആ മത്തായി 6-24 മുതൽ 33 വാക്യത്തിൽ വരുമ്പോഴേക്കും യേശു പറഞ്ഞു, ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ അതിനൊരു ലക്ഷണമുണ്ട്. എന്താണ്? എൻ്റെ ദൈവം ഇതെല്ലാം കരുതുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇതുപോലെ ആയിത്തീരാതെ ഈ വയലിലെ താമരയെ, ആകാശത്തിലെ പറവുകളെയൊക്കെ നോക്കി പഠിക്കാനാണ് പറഞ്ഞത്. ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇതുപോലെ ആകാൻ അവന് കഴിഞ്ഞിട്ടില്ല. കാരണം ശലോമോൻ ഒന്നിനും വിചാരപ്പെടേണ്ട മനുഷ്യനായിരുന്നില്ല. ധനികനായ രാജാവ്, ലോകത്തുള്ള എല്ലാ നന്മകളും എല്ലാവിധ സൗഭാഗ്യങ്ങളും തൻ്റെ കൺമുമ്പിൽ താൻ മനസ്സിൽ വിചാരിച്ചാൽ മതി, പറയുപോലും ചെയ്യേണ്ട, മനസ്സിൽ വിചാരിച്ചാൽ കൊണ്ടുവരാൻ ആളുണ്ട്. അത്രയ്ക്കും പ്രതാപമഹത്വത്തിൽ ജീവിച്ച ശലോമോനെ നോക്കിയിട്ട് ശലോമോനെക്കുറിച്ച് പറഞ്ഞ് കർത്താവ് കമ്പയർ ചെയ്യുന്ന ഇതാണ്, വയലിലെ താമരയെ നോക്ക്, ആകാശത്തിലെ പറവുകളെ നോക്ക്, അവ വിചാരപ്പെടുന്നില്ല, അവർ കൊയ്യുന്നില്ല, നൂൽക്കുന്നില്ല, ഒന്നുമില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരെ പുലർത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവമക്കളെ, നമുക്ക് ഇങ്ങനെ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ അടയാളമായി ആങ്സൈറ്റി എന്ന് പുറത്തു വരണം. ആങ്സൈറ്റി ഈസ് ആൻ ഒപ്രഷൻ ഓഫ് ദ ഡെവിൾ. അതിൽ നിന്ന് പുറത്തു വന്നിട്ട് കർത്താവിനെ സേവിക്കണം. അങ്ങനെ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അതിന് പകരം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിച്ചാൽ ദൈവം എന്തു ചെയ്യും? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. പൂർണ്ണമായിട്ട് തീർത്തു തരും. തൻ്റെ ധനം അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ഈ വിചാരപ്പെടാതെ മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ സമ്പത്തിനനുസരിച്ച് തീർത്തു തരും. മാമോനെ സേവിച്ച് വിചാരപ്പെട്ടാൽ ലോകത്തിൻ്റെ സമ്പത്തിനനുസരിച്ച് തീർക്കാനുള്ള വഴികളാണ് അന്വേഷിക്കുന്നത്. ദൈവമക്കളെ, ഏതാണ് നല്ലത്? ഇന്നലെ നമ്മൾ കണ്ടു, കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു. ലോകത്തിൻ്റെ ആ ക്രമീകരണം അനുസരിച്ച് വീഞ്ഞുണ്ടാക്കാനാണെങ്കിൽ ഇമ്പോസിബിളാണ്, മാനുഷികമായിട്ട് അസാധ്യമാണ്. അപ്പോൾ കിട്ടണം, കാര്യം അപ്പോൾ നടന്നില്ലെങ്കിൽ സംഗതി പന്തികേടാകും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തോണം ആ വീഞ്ഞിൻ്റെ പോരായ്മ കർത്താവ് തീർത്തു. അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. പച്ചവെള്ളത്തെ നിമിഷ നേരം കൊണ്ട് അവൻ വീഞ്ഞാക്കി മാറ്റി. അതുകൊണ്ട് ഈ ആങ്സൈറ്റി എപ്പോഴും ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ലോകത്തിൻ്റെ സമ്പത്തനുസരിച്ച് നമ്മുടെ കാര്യം എങ്ങനെ നടക്കുമെന്നുള്ളതാണ് വിചാരപ്പെടുന്നതെങ്കിൽ സകലവും കർത്താവിങ്കൽ ഭരമേൽപ്പിച്ച് സ്തോത്രത്തോടെ ദൈവത്തോട് ആവശ്യമറിയിച്ച്
അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ നടത്തിത്തരും, അതാണ് നമ്മുടെ ചിന്തയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. അതാണ് ദൈവം നമുക്ക് തരുന്ന ഉറപ്പും വിശ്വാസവും. നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പശ്ചാത്തലം എന്ന പോലെ, മുഖവര എന്ന പോലെ ഓർപ്പിച്ചതായ വിഷയങ്ങളാണ്. നമുക്ക് ശ്രദ്ധയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഇവിടെ ഇന്ന് നാം തുടർന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്നലെ 5 കാര്യങ്ങൾ ആ സൈറ്റനിക് ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ പിശാചിൻ്റെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ്. ബാധ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉപദ്രവങ്ങൾ എന്ന വാക്ക് കുറച്ചുകൂടെ ഭേദമാണ്. പിശാചിങ്ങനെ നമ്മളെയൊക്കെ നമ്മളറിയാതെ പലപ്പോഴും ഇതൊക്കെ സാത്താൻ്റെ ഉപദ്രവമാണെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. ആ ഊമനും ചെകിടനുമായ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ, സാരമില്ല, അതുകൊണ്ടങ്ങ് പോയാൽ പോരെ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് നഷ്ടമായി പോകുന്നത് ഒരുപാട് ദൈവിക നന്മകളാണ്. ഇത്തരത്തിലുള്ള സാത്താന്യ ഉപദ്രവങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുവാൻ, അതിൻ്റെ മേൽ ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. കർത്താവ് അതിനെ സൗഖ്യം അയക്കുന്നുണ്ട്. നാം ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഓർപ്പിക്കാനായിട്ട് പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം. കഴിഞ്ഞ മാസം നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്ന വിഷയവും പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന വിഷയത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അതിൻ്റെ 7-ാം വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. കഴിഞ്ഞ മാസം ചിന്തിച്ച വിഷയത്തിൽ തന്നെ നമുക്ക് ആരംഭിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ജെയിംസ് ചാപ്റ്റർ 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്തുകൊണ്ടാണ് ദൈവത്തിന് കീഴടങ്ങണമെന്ന് പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വചനഭാഗം വായിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. മാത്യു ചാപ്റ്റർ 8:8-9. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ശതാധിപൻ, അവനൊരു യഹൂദനല്ലായിരുന്നു, ഒരു പുറജാതിക്കാരനായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനു വേണ്ടി കർത്താവിനോട് അവൻ റിക്വസ്റ്റ് ചെയ്യുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഈ ശതാധിപൻ പറയുന്ന മറുപടി കർത്താവിനെ പോലും അതിശയിപ്പിക്കുന്ന ഒരു മറുപടിയാണ് അവൻ പറയുന്നത്. കാരണം അവനൊരു റോമൻ പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. 100 പേരുടെ അധിപതിയാണ്. ഈ പട്ടാളം എന്ന് പറയുമ്പോൾ യൂണിഫോംഡ് സർവീസ്, ഈ ഹൈറാർക്കി, അധികാര വ്യവസ്ഥിതി വളരെ കർശനമായി പാലിക്കുന്ന ഒരു ഉദ്യോഗ മേഖലയാണ് ഈ യൂണിഫോംഡ് സർവീസസ് എല്ലാം തന്നെ. അതിൽ പട്ടാളം എന്ന് പറയുന്നത്. കാരണം മേലധികാരിയുടെ നിർദ്ദേശത്തെ ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല. അനുസരിച്ചേ പറ്റുള്ളൂ. ആ വിഭാഗത്തിൽ ജോലി ചെയ്യണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ കർശനമായ വ്യവസ്ഥയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ, ഈ ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനൊരാവശ്യമായിട്ട് അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ശതാധിപൻ പറയാം, കർത്താവേ, 1, നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. 2, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണ്. ആ വാക്കാണ് ആദ്യത്തേത്. ഐ ആം അണ്ടർ അതോറിറ്റി. ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. എൻ്റെ മേലധികാരിക്ക് ഞാൻ കീഴടങ്ങിയിരിക്കുന്നവനാണ്. അയാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു സാക്ഷ്യമാണ് പറയുന്നത്. ഐ ആം അണ്ടർ അതോറിറ്റി. ദൈവമക്കളെ, ഇത് പറയാൻ എല്ലാ വിശ്വാസികൾക്കും പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. ഐ ആം അണ്ടർ അതോറിറ്റി. എല്ലാ വിശ്വാസികളും അത് പറയാൻ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ഭാര്യ പറയണം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവളാ. മക്കൾ പറയണം, ഞങ്ങൾ അധികാരത്തിന് കീഴ്പ്പെട്ടവരാ. ഭർത്താവ് പറയണം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാ. വിശ്വാസി പറയണം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാ. മൂപ്പൻ പറയണം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാ. എല്ലാ ദൈവമക്കളും ഇത് പറയാനുള്ള പ്രാഗൽഭ്യമാണോ? അതുകൊണ്ട് എന്താ വിശേഷം? അതാണ് അവൻ രണ്ടാമത് പറയുന്നത്.
ഞാനിങ്ങനെ അധികാരത്തിന്, സിൻസ് ഐ ആം അണ്ടർ അതോറിറ്റി, ഐ ആം സബ്മിസീവ് ടു അതോറിറ്റി, ഞാൻ അധികാരത്തിന് എല്ലാവിധത്തിലും കീഴടങ്ങിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ കീഴിൽ പടയാളിയുണ്ട്. അവനോട് ഒരുത്തനോട് പോകാമെന്ന് പറഞ്ഞാൽ അവൻ പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട് എൻ്റെ കീഴിലുള്ളവനോട് പറയാൻ എനിക്ക് അധികാരമുണ്ട്. ദൈവമക്കളെ, അതോറിറ്റി കംസ് ഫ്രം സബ്മിഷൻ. പിശാചിൻ്റെ മേലും അതുപോലെ തന്നെയാണ്. പിശാചിനോട്, അതുകൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവേ, നീ ഇവിടെ നിന്നോടൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണെന്ന് എനിക്കറിയാം. പിതാവിൻ്റെ അധികാരത്തിനപ്പുറമായി സ്വന്തമായിട്ടൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ, പിതാവ് ചെയ്ത് കാണുന്നത് മാത്രം ചെയ്ത്, പിതാവ് പറയുന്നത് മാത്രം അനുസരിച്ച് നീ പൂർണ്ണമായിട്ടും പിതാവിന് കീഴടങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഏത് ഭൂതവും അപ്പം വിട്ടുപൊക്കോളും. അതാണ് യാക്കോബ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴടങ്ങിയിരുന്നുകൊണ്ട് പിശാചിനോട് എതിർത്താൽ, അവനോട് എതിർക്കാനുള്ള അതോറിറ്റി എവിടെ നിന്നാണ്? പിശാചിനോട് എതിർക്കാനുള്ള അധികാരം നമ്മുടെ ശബ്ദ കോലാഹലം കൊണ്ട്, ഡെസിബല് കൊണ്ട് പിശാച് ഓടുകയില്ല, അട്ടഹാസം കൊണ്ട് പിശാച് ഓടുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഓടുന്നതെന്നറിയാമോ? പിശാചിനെ ശാസിക്കുവാൻ, അതിനോട് എതിർക്കുവാൻ, ജയിക്കുവാനുള്ള അതോറിറ്റി ഇറ്റ് കംസ് ഓൺലി ഫ്രം സബ്മിഷൻ. ദൈവത്തിന് കീഴടങ്ങുന്നതിൽ മാത്രമേ ആ അധികാരമുള്ളൂ. അതാണ് ആ ശതാധിപൻ പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭക്തന്മാരുടെ എല്ലാം ജീവിതം നോക്കിയാൽ, പ്രത്യേകിച്ച് പുതിയ നിയമ ഭക്തന്മാരെ ശ്രദ്ധിച്ചാൽ, അവരുടെ ഒക്കെ ജീവിതത്തിൽ അവർ തങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില വാക്യങ്ങൾ ഞാൻ റെഫറൻസസ് പറയാം. നിങ്ങൾ ആ വേഗത്തിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ചാൽ അത് ഒന്നുകൂടെ ഓർപ്പിക്കാൻ എളുപ്പമുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. പൗലോസ് തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? റോമൻ ചാപ്റ്റർ 1:2. വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ. പൗലോസ് തന്നെക്കുറിച്ച് പറയുകയാണ്, സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനും. യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ കീഴടങ്ങൾ വെളിപ്പെടുത്താനാണ്. ഐ ആം അണ്ടർ അതോറിറ്റി. ആ ശതാധിപൻ പറഞ്ഞ സാക്ഷ്യം. പൗലോസ് പറയാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. അന്നത്തെ കാലത്ത് ദാസൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ പറയുന്നത്, അത് കേട്ടില്ല ഇന്ന് ആളുകൾക്ക് പിണക്കമാണ്. കാരണം ഏതാണ്ട് വലിയ ഡിഗ്രി കൊടുക്കുന്ന പോലെയാ. അല്ല, അതൊരു ടൈറ്റിലേ അല്ല. കർത്താവിൻ്റെ ദാസൻ എന്നുള്ള സംബോധന ഒരു ടൈറ്റിലല്ല. അത് നമുക്ക് ഈ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ പ്രൊഫസറെന്നോ അഡ്വക്കേറ്റെന്നോ വെക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു ടൈറ്റിലല്ല. അതൊരു സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ്. പൗലോസ് പറയാണ്, ഐ ആം ദി സെർവന്റ് ഓഫ് ജീസസ്. അന്നത്തെ കാലത്ത് അടിമകളാണ്. എല്ലാ അവകാശങ്ങളും അടിയറ വെച്ചിട്ട് ഒരു യജമാനന് കീഴടങ്ങിയിരിക്കുന്ന ഒരു അടിമ പറയുന്ന വാക്കാണ് ഐ ആം ദി സെർവന്റ് ഓഫ് ജീസസ്. പഴയ കാലത്ത് എബ്രായ അടിമകളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവൻ സമർപ്പിച്ച് ആയുഷ്കാലം അടിമയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കാത് വാതിലോട് ചേർത്ത് കുത്തിത്തുളയ്ക്കും. വാതിലിനകത്തൊരു റിങ് ഇട്ടിട്ട് ആ റിങ്ങിനകത്തൊരു തകിടിൽ എഴുതി വെക്കും, സ്ലേവ് ഓഫ് സോ ആൻഡ് സോ, ഇന്നയാളിൻ്റെ അടിമ. അവൻ മാർക്കറ്റിൽ പോയാൽ അവൻ എന്ത് പണി ചെയ്താലും അവൻ്റെ ടാഗ് നോക്കും. ഇന്ന് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഐഡൻറ്റിറ്റി കാർഡാണ് ചെവിയിലാണ് തൂക്കുന്നത്. കാത് തുളച്ച് ചെവിയിലാണ് തൂക്കുന്നത്. ഈ ചെവി തുളച്ച് തൂക്കുന്നതൊക്കെ ഐഡൻറ്റിറ്റിയാന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി, അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പൗലോസ് പറയുകയാണ്, നോക്ക്, യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. ഐ ആം ദ സെർവൻറ്റ് ഓഫ് ജീസസ്. ഞാൻ ഐ ആം സബ്മിറ്റഡ് ടു ജീസസ്. വേറൊരു വാക്യം, ഫിലിപ്പിലേഖനം 1:1. ഫിലിപ്പിയർ 1:1. ക്രിസ്തു യേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പി. പൗലോസ് തന്നെക്കുറിച്ചും തൻ്റെ കൂട്ടുവേലക്കാരനായ തൻ്റെ നിജപുത്രൻ എന്ന് പറഞ്ഞ് താൻ ട്രെയിൻ ചെയ്തുകൊണ്ട് വന്ന തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന സെർവൻസ് ഓഫ് ജീസസ്. ദാറ്റ് ഈസ് അവർ ഐഡൻറ്റിറ്റി. ദൈവമക്കളെ, പിശാചിൻ്റെ എല്ലാ ഓപ്പറേഷനെയും ജയിക്കാൻ ഒന്നാമത്തെ വിഷയമാണ് ഈ ഐഡൻറ്റിറ്റി തൂക്കിക്കോളം. ഐ
I am the servant of Jesus. I am a servant of Jesus. We are servants of Jesus. പൗലോസ് തന്നെക്കുറിച്ചും തിമോത്തിയോസിനെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ അടിമകൾ, ദാസന്മാർ, കീഴടങ്ങിയിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന് കീഴ്. കർത്താവ് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. കർത്താവ് പറയുന്നത് അല്ലാതെ ഞങ്ങളൊന്നും ചെയ്യുകയില്ല. അതാണ് ആ സമർപ്പണം, സബ്മിഷൻ. വായിക്കാം, മുന്നോട്ട് പോകാം. തീത്തോസ് 1:3. ഈ എല്ലാ ലേഖനങ്ങളിലും ആ ഐഡൻറ്റിറ്റിയാണ് അവർ പറയുന്നത്. നമ്മൾ സാധാരണ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്താൻ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ നമ്മുടെ യോഗ്യതകൾ പറയും, നമ്മുടെ ജോലി പറയും, നമ്മുടെ കുടുംബ പാരമ്പര്യം പറയും, നമ്മുടെ എക്സ്പീരിയൻസ് പറയും, വലിയ വലിയ പൊണ്ണക്കാര്യങ്ങളെല്ലാം പറയും. പൗലോസിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഒറ്റ വാചകത്തിൽ സെർവൻറ്റ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന ഒരുവൻ, യേശു ക്രിസ്തുവിന് കീഴടങ്ങി. തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എബ്രായൻ എന്ന് ചോദിച്ചാൽ എബ്രായൻ, പരീശന്മാരെന്ന് ചോദിച്ചാൽ പരീശൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം ബാല്യം മുതലേ പഠിച്ചവൻ, ഗമാലിയലിൻ്റെ ക്ലാസ്സിലിരുന്ന കാൽക്കല്ലിരുന്ന് പഠിച്ചവൻ. എന്തോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പോലത്തെ വലിയ കാര്യമാണ് ഈ ഗമാലിയലിൻ്റെ കാൽക്കല്ലിരുന്ന് പഠിക്കവെന്നൊക്കെ അന്നത്തെ കാലത്ത് പറയുന്നത്. പൗലോസ് പറയും, ഇതൊന്നും എനിക്ക് പറയണ്ട, സെർവൻറ്റ് ഓഫ് ജീസസ്, ദാറ്റ് ഈസ് മൈ ക്വാളിഫിക്കേഷൻ. തീത്തോസ് 1:3. തൻ്റെ വ്രതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ ദൈവത്തിൻ്റെ ദാസൻ, സെർവൻറ്റ് ഓഫ് ഗോഡ്. ഇത് കോപ്പി അടിച്ചേച്ച് ഇന്നത്തെ ഉപദേശിമാരെല്ലാം ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുകയാണ്. ദൈവമക്കളെ, ന്യായവിധി വരാതിരിക്കുന്ന കരുണയെന്ന് കൂട്ടിയാണ്. ഇത് ഞെളിയാനുള്ളതല്ല, ഇത് കീഴടങ്ങുന്നതിൻ്റെ അടയാളമാണ്. സെർവൻറ്റ് ഓഫ് ജീസസ്, സെർവൻറ്റ് ഓഫ് ഗോഡ്, ഐ ആം സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് നമ്മൾ ഞെളിയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം അനുസരിക്കുകയുമില്ല, ദൈവശബ്ദം കേൾക്കുകയുമില്ല. നിലവേലോട്ട് പോകാൻ പറഞ്ഞാൽ തർശീസിലോട്ട് പോയേച്ചാ പറയുന്നത് ദൈവത്തിൻ്റെ ദാസൻ. സെർവൻറ്റ് ഓഫ് ജീസസ് ഈസ് സബ്മിറ്റീവ് ടു ജീസസ്, സബ്മിസീവ് ടു ജീസസ്. യാക്കോബ് 1:1. പൗലോസ് മാത്രമായിരുന്നില്ല, യാക്കോബ് പറയുന്ന വായിച്ചേ. യാക്കോബ് 1:1. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നു. യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ കൂടിയായിരുന്നിട്ടും യാക്കോബ് പറയുകയാണ്, ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ദാസൻ, സബ്മിഷൻ ടു ഗാഡ് ആൻഡ് ഹിസ് സൺ. പിതാവിൻ്റെയും പുത്രനും ഞാൻ കീഴടങ്ങിയിരിക്കുകയാണ്. ആ യാക്കോബാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവത്തിന് കീഴടങ്ങണം. സ്വന്തം ജീവിതത്തിൽ ദൈവത്തിന് കീഴടങ്ങിയെന്ന് 1-ാം വാക്യത്തിൽ സാക്ഷ്യം പറഞ്ഞ യാക്കോബാണ് 4-ാം അധ്യായത്തിൽ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങണം. തീർന്നില്ല. യൂദ 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനും വീണ്ടും പറയുകയാണ്, ഐഡന്റിറ്റി നമ്പർ 1, സെർവൻറ്റ് ഓഫ് ജീസസ്. വെളിപ്പാട് പുസ്തകം 1:1. യോഹന്നാൻ അപ്പോസ്തലൻ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് യോഹന്നാൻ തന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വെളിപ്പാട് പുസ്തകം എഴുതുന്നത് തൻ്റെ ദാസനായ യോഹന്നാൻ. ദൈവമക്കളെ, നമുക്കിതൊന്ന് ആ ശതാധിപൻ പറഞ്ഞ സാക്ഷ്യം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ശിഷ്യന്മാർ അന്നേ കുറിച്ചിട്ടു, ഇതൊരു വലിയ പാഠമാണ്. നമ്മളെത്ര വായിച്ചിട്ടും പാഠം പഠിക്കുന്നില്ല, അതല്ലേ പ്രശ്നം. കുറിച്ചിട്ടോണം, ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. പിശാചിൻ്റെ സകല ഓപ്പറേഷനെയും ജയിക്കാനുള്ള പാഠം നമ്പർ 1, ലെസൺ നമ്പർ 1, സെർവൻറ്റ് ഓഫ് ജീസസ്. ഐ ആം അണ്ടർ അതോറിറ്റി. ഞാൻ അധികാരത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അതാണ് പിശാചിനോട് എതിർക്കാനുള്ള ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. 1 പത്രോസ് 5-ാം അധ്യായം 9-ാം വാക്യം. ഇന്ന് കഴിഞ്ഞ മാസം ചിന്തിച്ച പല വാചകങ്ങളുടെയും തുടർച്ചയാണ്. കാരണം ഞാൻ ഈ ദൈവവചനം ഇങ്ങനെ തുടർച്ചയായിട്ട് പഠിക്കുകയും ദൈവം എന്നോട് തുറമാനമായിട്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പലതും ആ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 പത്രോസ് 5:9. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. പിശാചിനോട് എതിർക്കാൻ ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ശതാധിപൻ മുതൽ അപ്പോസ്തലന്മാർ മുതൽ യേശുവിൻ്റെ ശിഷ്യന്മാർ മുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഐ ആം അണ്ടർ അതോറിറ്റി. സബ്മിഷൻ വിൽ ഗിവ് യു അതോറിറ്റി. ഞാൻ കീഴടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് അധികാരം തരുന്നത്. കീഴടങ്ങാതിരിക്കുന്ന ആർക്കും ഒരു അധികാരവുമില്ല. അതാണ് ദൈവ രാജ്യത്തിൻ്റെ പ്രമാണം. രണ്ടാമത്തെ കാര്യം, പിശാചിനോട് എതിർക്കുവാൻ ബി സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന് ആദ്യം പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. യാക്കോബ് തന്നെ ഇതിനെക്കുറിച്ച് 1-ാം അധ്യായം എഴുതുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം, അൺസ്റ്റഡി ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ അസ്ഥിരൻ ആരാണ് എന്ന് പറയുന്നുണ്ട്. പിശാചിനോട് എതിർക്കുവാൻ ഒരിക്കലും പറ്റാത്ത, അല്ലെങ്കിൽ അവനെ ജയിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ദോസ് ഹു ആർ അൺസ്റ്റേബിൾ ആൻഡ് അൺസ്റ്റഡി ഇൻ ദെയർ ഫെയ്ത്ത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർക്കണം. വിശ്വാസത്തിൽ അസ്ഥിരനായാൽ പിശാചിനോട് എതിർക്കാൻ കഴിയാതെ പോകും. ആരാണ് ഹൂ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഹിസ് ഫെയ്ത്ത്? വിശ്വാസത്തിൽ അൺസ്റ്റേബിളായ, അൺസ്റ്റഡിയായ, അസ്ഥിരനായ വ്യക്തി ആരാ? അവനെക്കുറിച്ചൊരു ദൃഷ്ടാന്തം പറയുന്നത്, കാറ്റിനാൽ ആടുന്ന തിരമാല പോലെയാണ്, കടൽ തിര പോലെയാണ്. കാറ്റടിക്കുമ്പോൾ തിര പൊങ്ങി കയറി വരും. അത് പൊങ്ങി വരുന്ന വരവ് കണ്ടാൽ സുനാമിയാണോ എന്ന് തോന്നിപ്പോകും. അതുപോലെയാണ് വരുന്നത്. പക്ഷേ ഈ കാറ്റിൻ്റെ ശക്തി കുറയുകയും തീരത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ അങ്ങ് പമ്മി ഇങ്ങനെ കയറി വന്നേച്ച് അങ്ങ് പോകും, അതിൻ്റെ പാട്ടിനങ്ങ് പോകും. ഇതുപോലെയാണ് പലരുടെയും വിശ്വാസം. പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തട്ട് പൊളിച്ച് മേളിൽ നിന്ന് ഈ സീലിംഗ് ഇറങ്ങി താഴെ വീഴുമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ വിഷയങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് പതുക്കെ പമ്മി ഒളിക്കുന്നത് കാണാം. ദൈവമക്കളെ, ഈ പൊങ്ങിയും താണുമുള്ള കടൽ തിരയുടെ അനുഭവമാണെങ്കിൽ പിശാചിനോട് എതിർക്കാനായിട്ട് കഴിയാതെ പോകും. 2 ദൃഷ്ടാന്തങ്ങളാണ് ഈ കാറ്റും കടൽ തിരയും. അതിനോട് ചേർന്ന് വേറൊരു കാര്യം പറയുന്നത് മേഘങ്ങളാണ്. യൂദായുടെ ലേഖനം 12-13 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ഈ കടൽ തിരയുടെ പ്രശ്നം കാറ്റുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നെന്ന് മാത്രമല്ല, അവസാനം തീരത്തോടടുക്കുമ്പോൾ ഇത് കൊണ്ട് നുരച്ച് തള്ളിയേച്ച് പോകുന്നത് ഈ നാണക്കേടാണ്. അയ്യോ പറ്റിയില്ല, വരുന്ന എടോ നിൻ്റെ വരവ് കണ്ടിട്ട് ഇപ്പോൾ ഈ കരയെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ള മട്ടിലാണല്ലോ ഈ വരവ്, സുനാമിയാണെന്ന് വിചാരിച്ചില്ല. അയ്യോ പറ്റിയില്ല, ചമ്മി ആ നാണക്കേടെല്ലാം കൂടെ കരയെ കൊണ്ട് പതച്ച് നുരച്ച് തള്ളിയേച്ച് അങ്ങ് പോകും. ദൈവമക്കളെ, ഇത് ഇങ്ങനെ ആയിപ്പോയാൽ പിശാചിനോട് എതിർക്കാൻ പറ്റുകയില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കണോ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭയം കൂടാതെ നിൽക്കാൻ കഴിയണം. വിശ്വാസത്തിൽ സ്റ്റേബിളായിരിക്കണം. 2ാമത് എഴുതിയിരിക്കുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, കാറ്റടിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ മേഘത്തിൻ്റെ ഇതെല്ലാം കൂടെ മൂടി കറുത്ത് ഇരുണ്ട് വരുന്ന വരവ് കണ്ടപ്പോൾ ഇത് പെരുമഴയായിരിക്കും, ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ വല്ലതുമാണോ ഈ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ പെയ്ത് കളയുമെന്നും പറഞ്ഞാൽ വരുന്നത്. പക്ഷേ ഈ കാറ്റിങ്ങനെ അടിക്കും തോറും ഈ മേഘം അതിൻ്റെ വഴിക്കങ്ങ് ഓടിപ്പോവുകയാണ്. എന്താണ് ഈ കാറ്റ്? വിശ്വാസത്തെ അസ്ഥിരമാക്കുന്ന ഒരു കാറ്റിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേസ്യൻസ് ചാപ്റ്റർ 4:14, 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കടൽത്തിര പോലെ, നാണക്കേട് നുരച്ചു തള്ളുന്ന അവസ്ഥ പോലെ, അല്ലെങ്കിൽ നാണക്കേട് കാരണം ഓടിപ്പോകുന്ന മേഘം പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഓടിച്ചു കളയുന്നതും, കടൽത്തിര പോലെ ഒരു വേവ് പോലെ ഇങ്ങനെ പൊങ്ങിയും താണുമുള്ള അവസ്ഥയിലാക്കി തീർക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. കാറ്റിൻ്റെ ചില വകഭേദങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഉപദേശങ്ങളുടെ കാറ്റ്, ഉപദേശം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ഉപദേശം കേൾക്കുമ്പോൾ അങ്ങോട്ട് ചായും, വേറൊരു ഉപദേശം കേൾക്കുമ്പോൾ ഇങ്ങോട്ട് ചായും. ഇതിലേതാ ശരിയെന്ന് ചോദിച്ചാൽ അത് തൊട്ട് അറിയേമില്ല. എല്ലായിടവും ചെന്ന് കൈപൊക്കും, എല്ലാത്തിനും പ്രൈസലോട് പറയും. ഉപദേശത്തിൻ്റെ കാറ്റ്, മനുഷ്യരുടെ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ, അതിൻ്റെ കാറ്റ്, വശീകരണത്തിൻ്റെ കാറ്റ്, ഇങ്ങനെ നമ്മെ സ്വാധീനിക്കുന്ന ഒരുപാട് കാറ്റുകളുണ്ട്. ഇതിൽ ആടി ഒലഞ്ഞാൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ പിശാചിനോട് എതിർക്കാൻ പറ്റാതെ പോകും. പിശാചിന് വേണ്ടതും അതാ.
ആടുന്നവരാക്കണമല്ലോ, ആടുന്ന വിശ്വാസികളാക്കണമല്ലോ. എങ്കിൽ മാത്രമല്ല അവന് ജയിക്കാൻ പറ്റുകയുള്ളൂ. ദൈവമക്കളെ അതുകൊണ്ട് ഉറച്ചോണം. ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, ഉപദേശത്തിൽ ഉറച്ചിരിക്കണം. കാറ്റിനാൽ ആടുന്ന തിരമാല പോലെ, കാറ്റിനാൽ ഓടുന്ന മേഘം പോലെ ആകരുത്. എന്തെങ്കിലും കേൾക്കുന്നുടനെ ഒരു പ്രവചനം കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകും, അടുത്ത പ്രവചനം കേൾക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ആടരുത്, ചായരുത്. ബി സ്റ്റേബിൾ, സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പിശാചിനെ ജയിക്കുവാൻ ഒന്ന്, സബ്മിറ്റ് ആൻഡ് റെസിസ്റ്റ്. കീഴടങ്ങിക്കൊണ്ട് എതിർക്കണം. അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. ഐ ആം അണ്ടർ അതോറിറ്റി, അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. യേശുക്രിസ്തുവിൻ്റെ ദാസൻ, അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. രണ്ടാമത്തേത് ബി സ്റ്റെഡ് ഫാസ്റ്റ് ആൻഡ് റെസിസ്റ്റ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എതിർക്കണം. ആട്ടിക്കളയുന്ന മനുഷ്യരുടെ തന്ത്രങ്ങൾ, ചതി, ഉപായങ്ങൾ, ഉപദേശത്തിൻ്റെ കാറ്റുകൾ, ഇതെല്ലാം നമ്മളെ ഇങ്ങനെ ആടി ഒലയുന്ന വിശ്വാസത്തെ ആട്ടിയൊലയ്ക്കും. നമ്മുടെ വിശ്വാസത്തെ ഇതൊന്നും ആട്ടിയൊലയ്ക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ദൈവത്തോടുള്ള സമർപ്പണത്തെ ഇതൊന്നും ബാധിക്കാനിടയാകരുത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. പിശാചിനോട് എതിർക്കണമെങ്കിൽ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതായ വിഷയം, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഗിവ് നോ റൂം ഫോർ ദ ഡെവിൾ. പിശാചിനൊരു തരി ഇടം കൊടുക്കരുത്. അതിനൊരു ദൃഷ്ടാന്തം അവിടെ പറയുന്നത്, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അടുത്ത വാക്യം, കള്ളനിനി കക്കാതെ തൊട്ട് മേളത്തെ വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. രണ്ടാമത് പറഞ്ഞേക്കുന്ന കോപം എന്നല്ല, ഇംഗ്ലീഷിൽ റാത്ത് എന്ന, ക്രോധം എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത്. കോപിക്കാൽ ആങ്കർ ആൻഡ് റാത്ത്. ആങ്കർ എന്ന് പറയുന്നത്, കോപം എന്ന് പറയുന്നത് ആ ഉള്ളിലുള്ള പകയുടെ അല്ലെങ്കിൽ ആ വിദ്വേഷത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ ഒരു പ്രകടനമാണ്, ഔട്ട്ബേസ്റ്റാണ്. റാത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിദ്വേഷമാണ്. ക്രോധം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന പോലെ ഒഴുകും. ആ പൊട്ടി ഒഴുകിയില്ലെങ്കിലും അതിനകം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതം ഉള്ളിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയാണ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ ക്രോധം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഷയം ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ബാധകമാണ്. ജഡത്തിൻ്റേതൊന്നും ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത്. വെച്ചാൽ ആർക്കിടം കിട്ടും? പിശാചിന് ഇടം കിട്ടും. പിശാചിന് ഇടം കിട്ടാൻ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പോയാൽ കിട്ടും ഉറപ്പാണ്. മന്ത്രവാദിയുടെ അടുത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിശാചിന് ഇടം കിട്ടാൻ ഉള്ളിൽ ക്രോധം വെച്ചുകൊണ്ടിരുന്നാൽ മതി. സൂര്യൻ അസ്തമിക്കുന്നവരെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. പിശാചിന് ഇടം കിട്ടും. ഗിവ് നോ റൂം ഫോർ ദ ഡെവിൾ. ഇനി ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ പിശാചിന് ഇടം കൊടുത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. യൂദാസ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു. കാരണം സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 13, 26 and 27. ഞാൻ അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. യേശുവും ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാഞ്ഞിരിക്കുന്നവനാണ്. ശിഷ്യന്മാരെല്ലാം കൂടെ കൈ കാണിച്ചാണ്, നീ ഒന്ന് ചോദിക്കുക, ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നീ ചോദിച്ചാൽ പറയുമല്ലോ. കാരണം മാറോട് ചാഞ്ഞിരിക്കുന്ന അടുപ്പം കൂടുതലുള്ളവന് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാം. അപ്പോൾ യോഹന്നാൻ പതുക്കെ മാറോട് ചാഞ്ഞ്, കർത്താവേ അതാരാ? കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പം മുക്കി കൊടുക്കുന്നവനാണ്. ഇതെല്ലാം പറയുമ്പോഴും ഹൃദയത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് 30 വെള്ളിക്കാശ് കൈപ്പറ്റി അതും പോക്കറ്റിലിട്ട് അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഒരവസരം നോക്കിക്കൊണ്ട് യൂദാസ് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത് നടന്ന സംഭവമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത നടന്ന വായിച്ചേ, താഴോട്ട് വായിച്ചേ. ഖണ്ഡം മുക്കി ശിമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. യേശു അപ്പം മുക്കി യൂദായ്ക്ക് കൊടുത്തു. അടുത്ത വാക്യം.
ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. പിശാചിന് റൂം കിട്ടി, ഇടം കിട്ടി, അവനകത്ത് കയറി. പിശാച് കയറി, ഞാൻ ചോദിക്കട്ടെ, പിശാച് കയറിയത് അപ്പത്തിലൂടെയാണോ അതോ വീഞ്ഞിൽ മുക്കി കൊടുത്തു വീഞ്ഞിലൂടെയാണോ? അങ്ങനെയൊന്നും ആരും ധരിച്ചു കളയരുത്. അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ഒന്നുമല്ല പിശാച് കയറിയത്. ഈ സംഭവം കൂട്ടായ്മയുടെ വിശുദ്ധിയോടെ കർത്താവിനോടുള്ള ആ പരമാർത്ഥ ഹൃദയത്തോടെ പങ്കെടുക്കേണ്ട, അതിൻ്റെ അകത്ത് വ്യാജം വെച്ചുകൊണ്ട്, കാപട്യം മറച്ചു വെച്ചുകൊണ്ട് കർത്താവിനെതിരായിട്ടുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കി അവനെ ഒറ്റിക്കൊടുക്കാനുള്ളതും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വാങ്ങി പിശാച് നോക്കിയപ്പോൾ ഇടാൻ നല്ല സ്ഥലം കിട്ടും. അപ്പം വയറ്റിലോട്ട് പോയി, സാത്താൻ ഹൃദയത്തിലോട്ടും പോയി. വീഞ്ഞിൽ മുക്കി യേശു കൊടുത്ത അപ്പം നേരെ വയറ്റിലോട്ട് പോയപ്പോൾ ആരകത്തോട്ട് കയറി? ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് പിശാച് കയറി, സാത്താൻ കടന്നു. വളരെ ശ്രദ്ധിച്ചോണം. അപ്പം വയറ്റിലോട്ട് പോകുമ്പം സാത്താൻ ഹൃദയത്തിൽ കയറാതെ സൂക്ഷിച്ചോണം. അപ്പത്തിലല്ല സാത്താൻ കയറുന്നത്. തിരിച്ചറിവോടെ വേണം നമ്മൾ തിരുവെഴുത്ത് മനസ്സിലാക്കാൻ. വളരെ ഭയഭക്തിയോടെ വേണം അത് ചെയ്യാൻ. ഗിവ് നോ റൂം ഫോർ ദ ഡെവിൾ. നാം ദൈവസന്നിധിയിൽ പുരുഷന്മാരെല്ലായിടവും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കാപട്യത്തോടെ നാം ചെയ്യുമ്പോൾ കൈ മേലോട്ടും സാത്താൻ ഉള്ളിലോട്ടും അകത്തോട്ടും പോകും. ദൈവമക്കളെ, പിശാചിനെ ഇടം കിട്ടരുത്. ഗിവ് നോ റൂം ഫോർ ദ ഡെവിൾ. ഒടുവിൽ അവൻ്റെ അന്ത്യത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ യൂദായുടെ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംഭവിക്കുന്നുണ്ട്. ദേമാസിനെ കുറിച്ച് കഴിഞ്ഞ മാസവും നമ്മൾ ഓർത്തതല്ലേ? ലോകത്തെ സ്നേഹിച്ചു, അത്രേ ചെയ്തുള്ളൂ. പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. തെസ്സലോനിക്കയിൽ അവൻ്റെ അന്ത്യം വളരെ പരിതാപകരമായിരുന്നു. പിശാചിനിടം കിട്ടി. പിശാചിനിടം കൊടുക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. വന്നാൽ ഈ ഓപ്പറേഷൻ, അതാണ് നമ്മുടെ ചിന്താവിഷയം. സാത്താൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട. ദൈവസേനയിൽ ഇരുന്ന് കർത്താവെ, പിശാചിന് എവിടെയാണ് ഇടം കിട്ടിയത്? പിശാചിന് എവിടെയാണ് ഇടം കിട്ടിയത്? അത് ഏറ്റുപറയുവാൻ, അത് മനം തിരിയുവാൻ പത്രോസും ഇതുപോലെ പിശാചിന് ഇടം കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുത്തനാണ്. പക്ഷേ അവൻ അതിദുഃഖത്തോടെ പോയി കരഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു. അവൻ മടങ്ങി വന്നു. ഗീവ് നോ റൂം ഫോർ ദ ഡെവിൾ. ദൈവം സകല രഹസ്യങ്ങളെയും അറിയുന്നവരാണ്. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്നവനാണ്. അറിഞ്ഞു മറിഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. പിശാചിന് ഇന്നിടം കിട്ടിയാൽ നാളെ അവൻ യൂദാസിനെയും കൊണ്ടുപോയതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ ദൈവിക നന്മകളും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് കടന്നുപോയി. ഈ യൂദാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്, യൂദാസിന് പകരം മത്ഥിയാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 1:24. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. തൻ്റെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യൂദ എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്? ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഭാഗം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ജൂദാസ് ബൈ ട്രാൻസ്ഗ്രഷൻ ഫെൽ. യൂദ വീണു പോകാനുള്ള കാരണം എന്താ? ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിര് കടന്നു. അവന് വെച്ചിരുന്ന പരിധി വിട്ടു. ലംഘനം എന്നാണ് അതിൻ്റെ മലയാള വാക്ക്, ട്രാൻസ്ഗ്രഷൻ. ആ ഭാഗം മലയാള പരിഭാഷ വന്നിട്ടില്ല. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, മത്ഥിയാസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, കർത്താവെ, ലംഘന നിമിത്തം വീണുപോയി പിശാചിന് ഇടം കൊടുത്ത യൂദാസ്. ഈ പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ട്രാൻസ്ഗ്രഷൻ. അതിര് വിട്ടു പോകരുത്. ഇത്രേ വെച്ചിട്ടുള്ളൂ, ഇത്രേ നിൽക്കുക, അവിടെ നിന്നോളും. ദൈവം എനിക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് ഞാൻ പോകത്തില്ല. ദൈവം പറയുന്നതിനപ്പുറത്തോട്ട് പോകാൻ എനിക്ക് പറ്റുകയില്ല. വചനത്തിൻ്റെ വ്യവസ്ഥ ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട്. ശൗല് വീണത് എന്തുകൊണ്ടാണ്? ട്രാൻസ്ഗ്രഷൻ, അതിര് കടന്നു. ശമൂവേൽ പറഞ്ഞത് ലംഘിച്ചു. ദൈവത്തിൻ്റെ പ്രമാണം അരുത് എന്ന് പറഞ്ഞത് അവൻ ചെയ്തു. ട്രാൻസ്ഗ്രഷൻ, ക്രോസിംഗ് ദ ബൗണ്ടറി വിൽ ഗിവ് റൂം ഫോർ ദ ഡെവിൾ. പിശാച് നോക്കിയിരിക്കുക, ആര് അതിര് ചാടുന്നു, വേലി ചാടുന്നു. നമ്മുടെ നാട്ടിൽ പറയും വേലി ചാടുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ
കുടുംബജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, സഭാജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, വ്യക്തി ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ, സാമ്പത്തിക കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഔദ്യോഗിക മണ്ഡലങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. നെവർ ക്രോസ് ദ ബൗണ്ടറി. ദൈവവചനത്തിൻ്റെ ഒരു വിഷയം പോലും ട്രാൻസ്ഗ്രസ് ചെയ്യാൻ ഇടവരുത്. ജൂഡാസ് ഫെൽ ബൈ ട്രാൻസ്ഗ്രഷൻ. യൂദ ലംഘന നിമിത്തം വീണു, പിശാചിന് ഇടം കിട്ടി. അതുകൊണ്ട് ഓർത്തോണം, കർത്തൃമേശയോട് അടുക്കുമ്പോൾ, ദൈവസന്നിധിയോട് അടുക്കുമ്പോൾ, അത് കർത്തൃമേശയ്ക്ക് മാത്രമല്ല എല്ലാ ശുശ്രൂഷയ്ക്കും ബാധകമാണ്. ഒരു ട്രാൻസ്ഗ്രഷനോടുകൂടെ ലംഘനം മറച്ചു വെച്ച്, അതുകൊണ്ടാണ് ലംഘനം മൂടി വെക്കുന്നവന് ഒരിക്കലും കരുണ ലഭിക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. മൂടി വെച്ചുകൊണ്ട് അടുക്കരുത്, പിശാചിന് ഇടം കിട്ടും. അടുത്ത വിഷയത്തിലേക്ക് പോകാം. 4-ാമത്തെ വിഷയം, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. 4-ാമത്തെ കാര്യം, പിശാചിന് ഇടം കൊടുക്കരുതെന്ന് മാത്രമല്ല, ദൈവത്തോട് അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ എത്രയോ കാലം നമ്മൾ വായിക്കുന്നു, പ്രസംഗിക്കുന്നു, ഞാൻ തന്നെ പ്രസംഗിക്കുന്നു. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ബ്രദറെ ദൈവത്തോട് അടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ദൈവം അടുപ്പിക്കുന്നില്ല. നമ്മളുണ്ടല്ലോ, നമ്മളെല്ലാവരെയും അടുപ്പിക്കൂ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരെയും ഒന്നും അടുപ്പിക്കത്തില്ല. എന്താ ദൈവം അടുപ്പിക്കാത്തത്? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. നമുക്കെല്ലാവർക്കും ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ അടുത്ത് ചെല്ലാം? അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തോട് അടുത്ത് ചെന്ന, വളരെ അടുത്ത് ചെന്ന ഒരു മനുഷ്യനാണ് മോശ. മോശ ആദ്യം ദൈവത്തോട് അടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കർത്താവ് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യം. കർത്താവ് അടുപ്പിച്ചില്ല. അത് നാം അറിഞ്ഞോണം. നമ്മുടെ ജീവിതത്തിലും ഇത് നാം വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട ആത്മീയ പാഠങ്ങളാണ്. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 4 and 5 വായിച്ചു. നോക്കേണ്ടതിന് അവൻ വരുന്നത് മുൾപ്പടർപ്പ് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതുമായ വലിയ കാഴ്ച, ഗ്രേറ്റ് സൈറ്റ്, വലിയ കാഴ്ച മോശ കണ്ടിട്ട് അത് നോക്കേണ്ടതിന് ഞാൻ പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. മോശ പണ്ടേ ഉത്സാഹിയാണ്, എടുത്ത് ചാടി. പണ്ടേ അവൻ ഇസ്രായേൽ മക്കളെ ഈ ജിമ്മിലൊക്കെ പോയി എല്ലാമൊക്കെ പഠിച്ച് ഇസ്രായേൽ മക്കളെ എങ്ങനെയെങ്കിലും ഫറവോന് 2 ഇടി കൊടുത്താണെങ്കിലും വിടുവിക്കണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറുള്ളവനായിരുന്നു മോശ. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മിസ്രൈമിനെ അടിച്ചു വന്ന് അവിടെ ഇട്ടേച്ച് പോയത്. അതുകൊണ്ട് വലിയ എരിവുകാരനായിരുന്നു, ഉത്സാഹിയായിരുന്നു. ഉൾപ്പടർപ്പ് കണ്ടപ്പോഴും മോശ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് എടുത്തു ചാടി അങ്ങോട്ട് പോയി. പത്രോസിനെ പോലെ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്താ പറയുന്നത്? വായിച്ചേ. അടുത്ത് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്. കർത്താവ് പറയുക ഇങ്ങോട്ട് അടുക്കരുത്. നിന്റെ കാര്യം ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ നിന്നേച്ചാ. ദൈവം അടുപ്പിച്ചില്ല. മോശയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ മുൾപ്പടർപ്പിന് അടുത്തോട്ട് ചെല്ലണം. മുൾപ്പടർപ്പ് വെന്തുപോകാതെ കത്തുന്ന തീ. മോശയ്ക്കറിയാം ഇത് എന്നെ ദഹിപ്പിക്കാനൊന്നും പറ്റാതെ വേണം, ദൈവത്തിന് അതിനെ കാക്കാനറിയാം. പക്ഷെ ദൈവം അടുപ്പിച്ചില്ല. ഇങ്ങോട്ട് അടുക്കരുത്. എന്താ ദൈവം അടുപ്പിക്കാത്തത്? നമ്മളെന്താ ദൈവം അടുപ്പിക്കാത്തത്? നമ്മൾ 40 ദിവസവും അതിനപ്പുറവും കൂടെ വ്യവസ്ഥ ഉണ്ടായിരുന്നേ അതിൽ കൂടുതലിരുന്നേനെ. നമ്മളെ കൊണ്ട് അത്രയൊക്കെ പുസ്തകത്തിലുള്ളതെന്നുള്ളതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്ത് 21 ദിവസവും 40 ദിവസവും 7 ദിവസവും ഒക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ് അടുപ്പിക്കുന്നില്ല. എന്താ അടുപ്പിക്കാത്തത്? മോശയുടെ ജീവിതത്തിലെ 3 സന്ദർഭങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2-ാമത്തെ സന്ദർഭം, മോശയെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ആ വാക്യത്തിൽ ഒരു ക്ലൂ ഉണ്ട്. മോശയോട് ദൈവം പതുക്കെ ദൈവം മോശയോട്, മോശ ദൈവത്തോടും അടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ പർവ്വതത്തിൽ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് ബാക്കിയുള്ളവരെ ഒന്നും അടുപ്പിക്കരുത്, അവരെല്ലാം താഴ്വരയിൽ നിന്നോണം, പർവ്വതം തൊടുന്നവൻ മരണശിക്ഷ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് മോശെ മാത്രം വിളിച്ച് അടുത്തിരുത്തി ന്യായപ്രമാണം എഴുതി കൊടുത്തു. ഒരിക്കൽ അടുപ്പിക്കാതിരുന്നതാണ്, ഇപ്പോൾ അടുത്ത് പിടിച്ചിരുത്തി ന്യായപ്രമാണം എല്ലാം കൽപ്പലകയിൽ എഴുതി കൊടുത്തു. എന്താണ് കാരണം? ഒരിക്കൽ ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞ ദൈവം ഇങ്ങോട്ട് വാ മക്കളെ എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തിരുത്തി ഒരുപക്ഷെ തൻ്റെ മടിയിലിരുത്തി എഴുതി കൊടുത്ത അത്ര അടുപ്പം ഉണ്ടാകാനുള്ള കാരണം എന്താ? സംഖ്യാപുസ്തകം
12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 12, 7 and 8. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. മോശയെക്കുറിച്ച് ഇപ്പം ദൈവം പറയുന്നത് നോക്കാം. മോശയെ കുറിച്ച് നിങ്ങൾ പറയാൻ ശങ്കിക്കണം. ഞാൻ അവനോട് സംസാരിക്കുന്നത് പ്രവാചകന്മാരോട് സംസാരിക്കുന്ന പോലെ സ്വപ്നത്തിലൊന്നുമല്ല, മറപൊരുളായിട്ടൊന്നുമല്ല. ഞാൻ വിളിച്ചെൻ്റെ അടുക്കലിരുത്തി മുഖാമുഖമായി, ഫേസ് ടു ഫേസ്, സ്പഷ്ടമായി, അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെയാ തമ്പുരാനെ നീയും മോശയും തമ്മിൽ ഇത്ര അടുത്തത്? അതാണല്ലോ യാക്കോബ് പറയുന്നത്, ദൈവത്തോട് ഒന്ന് അടുക്കണം. നമ്മൾ സങ്കീർത്തനമൊക്കെ നമ്മുടെ ഒരു ആശ്വാസത്തിന് പറയും, യഹോവയോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാ, പക്ഷെ അടുപ്പിക്കണ്ടേ. എന്താണ് ദൈവം മോശയെ ഇത്ര അടുപ്പിച്ചത്? മോശയുടെ വിശ്വസ്തത തെളിയിച്ചു. ആദ്യം പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിച്ച ആദ്യത്തെ വാക്യം, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. എങ്ങനെയല്ല? അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. He is faithful in all my house. ദൈവമക്കളെ, ദൈവം നമ്മുടെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യും. വിശ്വസ്തന്മാരെ മാത്രമേ ആരടുപ്പിക്കുകയുള്ളൂ? ദൈവം അടുപ്പിക്കൂ. പ്രാർത്ഥിക്കാൻ ദൈവം ഏൽപ്പിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നീ വിശ്വസ്തനാണോ അവൻ അടുപ്പിക്കും. ഓരോ കാര്യങ്ങൾ ഇതുപോലെ ദൈവം ഏൽപ്പിക്കും. എന്നിട്ട് ദൈവം ടെസ്റ്റ് ചെയ്യും. എന്ത് ടെസ്റ്റ് ചെയ്യും? വിശ്വസ്തത ടെസ്റ്റ് ചെയ്യും. ഫെയ്ത്ത്ഫുൾനെസ് വിൽ ബി ടെസ്റ്റഡ്. ഇതേ കാര്യം എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. പിതാവിൻ്റെ മടിയിലിരുന്ന യേശുവിനെ കമ്പയർ ചെയ്യുകയാണ് മോശ. അല്ലെങ്കിൽ മോശയോട് കമ്പയർ ചെയ്ത് യേശുവിനെ കമ്പയർ ചെയ്യുക. ഫെയ്ത്ത്ഫുൾനെസ്. ദൈവമക്കളെ, ദൈവത്തോട് അടുക്കണോ? ദൈവം എൻ്റെ വിശ്വസ്തതയ്ക്ക് സാക്ഷ്യം പറയും. ആർ യു ഫെയ്ത്ത്ഫുൾ? യു ക്യാൻ കം ക്ലോസർ ടു ഗാഡ് ലൈക്ക് മോസസ്. 3-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം. ആവർത്തനം, ഡ്യൂട്രോണോമി ചാപ്റ്റർ 34 and verse 12. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഫേസ് ടു ഫേസ്. അപ്പോൾ സംഖ്യാപുസ്തകത്തിൽ മുഖാമുഖം സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ മുഖാമുഖം അറിയുന്നതിനെ കുറിച്ചാണ്. ന്യൂ ഫേസ് ടു ഫേസ്. അത്രയ്ക്ക് അറിവാണ്. മുഖാമുഖമുള്ള അറിവ്, മുഖാമുഖമുള്ള സംസാരമല്ല. റഷ്യൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും തമ്മിൽ മുഖാമുഖം ഒരു സംസാരം നടക്കും. മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു അറിവല്ല. പിതാവും പുത്രനും തമ്മിലുള്ള മുഖാമുഖമുള്ള അറിവ് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, whom God knew face to face. You can come closer to God like this. ഇതുപോലെ ദൈവത്തോടൊത്ത് വരാനായിട്ട് കഴിയും. മോശെ പോലെ വായിച്ചേ. ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു മോശ ദൈവത്തോട് ഇത്ര അടുക്കാനുള്ള കാരണം? He was proven faithful. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വസ്തതയുടെ പരിശോധനയിൽ തോറ്റുപോകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തത, ഏതെങ്കിലും ഒരു വിഷയം, അത് നമ്മൾ പോലും ചിന്തിക്കാത്ത വിഷയത്തിലായിരിക്കും വിശ്വസ്തത ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ മോശയെ ഏൽപ്പിച്ചു. ജീവപര്യന്തം മോശയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ദൈവം ഇത്രമേൽ അടുത്തറിഞ്ഞ, മുഖാമുഖം അടുത്തറിഞ്ഞ ഒരു മോശയുണ്ട്. അതുപോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവമക്കളെ, യാക്കോബ് പറയുന്നത്, ഇതുപോലെ ദൈവത്തോട് നടത്തിയെന്നാൽ അവൻ അടുത്തു വരും. അവൻ അടുത്തു വരണമെങ്കിൽ നാം അടുത്ത് ചെല്ലും തോറും നമ്മുടെ വിശ്വസ്തത പരിശോധിക്കും. വിശ്വസ്തന്മാരെ അവൻ തന്നോട് ചേർത്ത് അടുപ്പിക്കും, മാറോട് ചേർത്തടയ്ക്കും. നമുക്ക് വലിയ ഇഷ്ടമാണ്, നമ്മളതൊക്കെ ഇല്ല, വലിയ എന്താ പറഞ്ഞാൽ ആ വികാര തള്ളലിലൊക്കെ യേശു കർത്താവിൻ്റെ മാറോട് ചാഞ്ഞ് കർത്താവ് ആടി 7 അയല തടിപ്പിക്കത്തില്ല. അതാ സത്യം. 7 അയലത്ത് കർത്താവ് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പാട്ടൊക്കെ പാടുമ്പം ഭയങ്കര രാഗതാളങ്ങളോടൊക്കെ അങ്ങ് ഈണത്തിലൊക്കെ അങ്ങ് പാടും.
പക്ഷേ കർത്താവ് അടുപ്പിക്കണമെങ്കിൽ നിൻ്റെ വിശ്വസ്തത, നിൻ്റെ കുടുംബജീവിതത്തിലെ വിശ്വസ്തത, നിൻ്റെ സാമ്പത്തിക കാര്യത്തിലെ വിശ്വസ്തത, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ വിശ്വസ്തത, നിൻ്റെ സുവിശേഷം പറയുന്നതിലെ വിശ്വസ്തത, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭയിലെ വിശ്വസ്തത, നിൻ്റെ ജോലി സ്ഥലത്തെ വിശ്വസ്തത, നിൻ്റെ രഹസ്യ ജീവിതത്തിലെ വിശ്വസ്തത, നിൻ്റെ പരസ്യ ജീവിതത്തിലെ വിശ്വസ്തത, നിൻ്റെ അയൽവക്കത്തെ വിശ്വസ്തത, നിൻ്റെ സുവിശേഷീകരണത്തിലെ വിശ്വസ്തത, സകല കാര്യത്തിലും വിശ്വസ്തത അവൻ പരിശോധിക്കും. വിശ്വസ്തന്മാരെ അവൻ തന്നോട് ചേർത്ത് അടുപ്പിക്കും. Draw near to God. ഇനി അടുക്കുന്നവർക്കൊരു വാഗ്ദത്തം കൂടെ ഉണ്ട്. എബ്രായർ 25, ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 25. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരം, ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെന്നല്ല. വിശ്വസ്തത തെളിയിച്ച് ഇന്ന് വിശ്വസ്തനായിരുന്നാൽ നാളെ കുറച്ചുകൂടെ അടുക്കാം, നാളെ വിശ്വസ്തനായിരുന്നാൽ അടുത്ത ദിവസം കുറച്ചുകൂടെ അടുക്കാം, അടുത്ത ദിവസം വിശ്വസ്തനായിരുന്നാൽ അടുത്ത വർഷം കുറച്ചുകൂടെ അടുക്കാം, 2025 വിശ്വസ്തത നോക്കി 26 കുറച്ചുകൂടെ അടുപ്പിക്കും. ഇതാ ദൈവത്തിന്റെ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 5-ാമത്തെ കാര്യം, 1-ാമത്തെ കാര്യം സബ്മിറ്റ് ആൻഡ് റെസിസ്റ്റ്. 2-ാമത്തെ കാര്യം ബി സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് റെസിസ്റ്റ്. 3-ാമത്തെ കാര്യം ഗിവ് നോ റൂം ഫോർ ദ ഡെവിൾ. 4-ാമത്തെ കാര്യം ഡ്രോ നിയർ ടു ഗാഡ്. 5-ാമത്തെ കാര്യം എഫെസ് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുവാൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ നല്ല സ്ട്രോങ് ആയിരിക്കണം. അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അത് നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. നിരന്തരം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേൽക്കുമേൽ എന്നാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കണോ, മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തവും പൗലോസിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അപ്പോൾ ഹി വാസ് ഫിൽഡ്. അവിടെ എഴുതിയിരിക്കുന്നത് നിറഞ്ഞവൻ എന്നാണ്. നിറയാൻ ഇനി ബാക്കിയൊന്നുമില്ലായിരുന്നു. 99% എന്നൊന്നുമല്ല. ഹി വാസ് ഫുൾ ടു ദ ബ്രിം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ പ്രാവെന്ന പോലെ അവൻ്റെ മേലിറങ്ങി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പക്ഷേ 14-ാം വാക്യത്തിൽ പറയുന്നത് നിറഞ്ഞവനെന്നല്ല. അവൻ ഗലീലയ്ക്ക് മടങ്ങിയപ്പോൾ യോർദാനിൽ നിന്ന് വന്നപ്പം നിറഞ്ഞവനായിരുന്നു. മരുഭൂമിയിൽ പോയി, മരുഭൂമിയിൽ നിന്ന് ഗലീലയ്ക്ക് പോയി. ഗലീലയ്ക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഈ നിറവ് കളഞ്ഞേച്ചല്ല വന്നത്. 14-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി, returned in the power of the Spirit. അപ്പോൾ ഈ 1-ാം വാക്യവും 14-ാം വാക്യത്തിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളുണ്ടായി. ആത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിൽ ശക്തിപ്പെടുന്നു. അതാണല്ലോ നമ്മുടെ എഫേസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷ പറഞ്ഞു, തുള്ളി ചാടി, അതൊക്കെ നല്ല കാര്യം. അതുകൊണ്ട് തീർന്നില്ല. പിശാചിനോട് എതിർക്കാൻ പറ്റുകയില്ല. പിശാചിനോട് എതിർക്കണമെങ്കിൽ യു ഹാവ് ടു ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ്. യേശു എങ്ങനെയാണ് ആത്മാവിൽ നിറഞ്ഞവൻ, ആത്മാവിൽ ശക്തിപ്പെട്ടതിൻ്റെ ഇടയിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. സാത്താൻ അവനെ പ്രലോഭിപ്പിച്ചു. പ്രലോഭനമെന്ന് പറയുന്നത് ഈ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, എക്സസൈസ് ചെയ്യുന്ന ആളുകൾ അവരുടെ മസിൽ ബലപ്പെടുത്താൻ ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യമാണ്. പ്രലോഭനത്തിൽ തോറ്റാൽ ഉള്ള നിറവും കൂടെ അങ്ങ് പോകും. പ്രലോഭനങ്ങളെ ജയിച്ചാൽ നിറഞ്ഞവൻ ശക്തി പ്രാപിക്കും. 3 തവണ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നു. കല്ലപ്പമായി തീരാൻ പറഞ്ഞു, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞു, ഭൂമിയിലുള്ളതെല്ലാം സകല രാജ്യങ്ങളുടെയും ആ ബ്യൂട്ടി കാണിച്ചു കൊടുത്തിട്ട് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു. യേശു സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും ജയിച്ചു. 100 out of 100. ആ 3 പ്രലോഭനങ്ങളിലും 100% ജയം. അതുകൊണ്ടാണ് 14-ാം വാക്യം പറയുന്നത് അവൻ ആത്മാവിൻ്റെ
ശക്തിയോടെ. ദൈവമക്കളെ, നമ്മുടെ പ്രശ്നം ആത്മാവിൽ നിറയും, ആരാധനയ്ക്ക് വരും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ആത്മാവിൽ നിറയും. പോകുന്ന പോക്കിൽ ആദ്യത്തെ പ്രലോഭനത്തിൽ വീഴും, ഉള്ള നിറവും കൂടെ അങ്ങ് പോവും. നിറഞ്ഞവൻ ശക്തി പ്രാപിക്കണം. യാക്കോബ് 1:12 വായിച്ച്, ജെയിംസ് ചാപ്റ്റർ 1:12. യാക്കോബ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രലോഭനമെന്നാണ് അവിടെ വീണ്ടും ടെംപ്റ്റേഷൻ. അത് ഓവർകം ചെയ്യുന്ന, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ നേരത്തെ വിശ്വസ്തത തെളിയുന്നത് പോലെ പ്രലോഭനത്തിൽ തെളിയേണ്ട ഒരു കാര്യമുണ്ട്. ഓവർകം ചെയ്യുന്നത് തെളിയണം, കൊള്ളാകുന്നവനായി തെളിയണം. ഒരു പ്രലോഭനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയില്ല എന്ന് തെളിയണം, പ്രൂവ് ചെയ്യണം. തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടവും അവർക്ക് ലഭിക്കും. ഇഫ് യു വാണ്ട് ടു ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ്, യു ഹാവ് ടു പ്രൂവ് ഇൻ ടെംപ്റ്റേഷൻ. പരീക്ഷയിൽ, പ്രലോഭനത്തിൽ തെളിയണം. ശൗലിനെ കുറിച്ച് നോക്കാം, പൗലോസിനെ കുറിച്ച് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 17-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 9:17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. യേശുവിനെ കുറിച്ച് ലൂക്കോസ് 4:1 പറയുന്ന കാര്യമാണ്. അനന്യാസ് ചെന്ന് അവനെ സ്നാനപ്പെടുത്തി, അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഫിൽഡ്, പൂർണ്ണനെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, അല്പ കാഴ്ചയൊക്കെ കിട്ടി. പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ 22-ാം വാക്യം വായിച്ചേ, അത് കഴിഞ്ഞ് അനന്യാസ് അങ്ങ് പോയി. പക്ഷേ ശൗല് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ നിറവ്, അവിടെ വെച്ച് പ്രാപിച്ച ഫുൾനെസ് 22-ൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇൻക്രീസ്ഡ് മോർ ഇൻ ദ സ്ട്രെങ്ത്. മേൽക്കുമേൽ, അതാണ് പുതിയ നിയമവിശ്വാസിക്ക് വേണ്ടത്. മേൽക്കുമേൽ ഈ നിറഞ്ഞ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിലേ പിശാചിനെ ജയിക്കാൻ കഴിയുള്ളൂ. മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. ഒരു ഓട്ടക്കാരൻ എക്സസൈസ് ചെയ്യുന്നത് പോലെ, ഒരു ഗുസ്തിക്കാരൻ എക്സസൈസ് ചെയ്യുന്നത് പോലെ, വർക്കൗട്ട് ചെയ്യുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്ത് ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. ഇന്നലത്തേക്കാൾ ആത്മാവിൻ്റെ ശക്തിയോടെ വേണം ഇന്ന് നടക്കാൻ. 2025 നടന്നതിനേക്കാൾ ആത്മാവിൻ്റെ ശക്തിയോടെ വേണം 2026 നടക്കാൻ, എങ്കിലേ പിശാചിൻ്റെ ഓപ്പറേഷൻസിനെ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 6 കാര്യങ്ങൾ എഴുതിയെടുത്തവരെ, നോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ധ്യാനിക്കണം. സമർപ്പിച്ച് ധ്യാനിച്ച് ഈ വിഷയങ്ങളിൽ ഒരു ജയം പ്രാപിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.